പഴയ ലിപിയാനും താർത്തേനെ. അതെ, ഈ കഴിഞ്ഞിട്ട് ഒരല്ലാണോ അതോ രണ്ടല്ല? അതൊക്കെ നീ മനസ്സിലേക്ക് ചെയ്താൽ മതി, ഒക്കെ ശരിയാണ്. വിദ്യാഭ്യാസ ശവം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിറന്നാൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആഘോഷമല്ല, പിറന്നാളിന് അമ്പലത്തിൽ പോയ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ്. കേക്ക് കട്ടിങ്ങും അതുപോലെ ഗസ്റ്റുകൾ വന്നതും സമ്മാനങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഹോം ടിപ്സുകളും ട്രാവൽ വ്ളോഗുകളും അതുപോലെ ഫാമിലി ആയിട്ടുള്ള എല്ലാ എൻ്റർടൈൻമെൻറ്റുകളും ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ പിറന്നാളിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അലങ്കോലപ്പണികളെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ബലൂണുകളും പിന്നെ ഹാപ്പി ബർത്ത്ഡേ എഴുതിയ സ്റ്റിക്കറുകളും നമുക്ക് ഒട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. കുറേ ബലൂണുകൾ ഊതി പൊട്ടിപ്പോയി. അങ്ങനെ ഊതി കുറേ പൊട്ടിക്കും, പിന്നെ ഊതും. ഇതാണ് ഞങ്ങളുടെ പണി. അങ്ങനെ ഊതി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഇതിലേക്ക് എയർ അടിച്ച് കയറ്റുകയാണ് കേട്ടോ. അങ്ങനെ എയർ അടിക്കുന്ന സമയത്ത് ബിയിലാണ് ആദ്യം ചെയ്തത്. ഞാൻ എന്തോ സംസാരിച്ചിരിക്കുകയായിരുന്നു, മോനാണ് അടിച്ചത്. അങ്ങനെ എയർ അടിച്ച് അധികമായപ്പോൾ അതങ്ങോട്ട് ടപ്പേന്ന് പൊട്ടിപ്പോയി. അത് സാരമില്ല, പൊട്ടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന കരുതിയിട്ട് വീട്ടിൽ നമ്മൾ വേറെ അക്ഷരങ്ങൾ ലെറ്ററുകൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. ടൈപ്പ് ചെയ്യല്ല, എന്താ പറയുക, എയർ നിറയ്ക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ എയർ നിറച്ച് ഒരു വിധം എല്ലാം ഞങ്ങൾ സെറ്റാക്കി. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. ഇന്നത്തെ ബർത്ത്ഡേ ആരുടെയെന്ന് അറിയണ്ടേ? ഈ കുട്ടിയുടെയാണ് കേട്ടോ. ഒന്നും പറയാതെ ജെംസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ബർത്ത്ഡേ ആണ് നമ്മളിന്ന് സെലിബ്രേറ്റ് ചെയ്യണത്. ഇതാ കുട്ടിയുടെ അനിയൻ, ഇത് കസിനാണ്, മാമൻ്റെ മോൻ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അടിച്ചു പൊളിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ കുട്ടികൾ തന്നെയാണ് ചുമതലകൾ ഏറ്റെടുത്തിരിക്കുന്നത് കേട്ടോ. ഒരുക്കങ്ങളും അതുപോലെ ഡെക്കറേഷനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ വിളിച്ചതും എല്ലാം ഇവർ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം, ആരെയൊക്കെ വിളിക്കണം, എന്തൊക്കെ തന്നെ അറേഞ്ച്മെൻറ്റ്സ് വേണമെന്നൊക്കെ ഇവർക്ക് തന്നെ അറിയാം കേട്ടോ. അപ്പോൾ ഇവർ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ക്ലാസ് കഴിഞ്ഞൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഇതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഹാപ്പിയുടെ ആണിയൊന്നും അടിക്കേണ്ടല്ലോ. അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്തതായിട്ട് വേറൊരു പരിപാടി കഴിഞ്ഞതും അത് ഊരിയെടുക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു എണ്ണത്തോട് കൂടിയാണ് ഞാനിത് ചെയ്തത്. അങ്ങനെ ഹാപ്പി ചെയ്തു. അടുത്തത് ബർത്ത്ഡേ ഇവർ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്യട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് ബർത്ത്ഡേ കുട്ടി ഒരുക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാണ് കോസ്റ്റ്യൂം. ഇത് എൻ്റെ അമ്മയുടെ അമ്മ എടുത്തു കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ. അമ്മമ്മ എടുത്തു കൊടുത്ത ഡ്രസ്സാണ്. അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമായി പട്ടുപാവാട. അങ്ങനെ ഒരുക്കങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐബ്രോ ചെയ്യേണ്ടത് ഇഷ്ടമല്ല, എന്നാലും ഞാനത് ചെയ്ത് കൊടുത്തു. പിന്നെ കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഹിമാലയയുടെയാണ് കേട്ടോ കൺമഷി. ഞങ്ങൾ കുറേ ആയിട്ട് ഉപയോഗിക്കുന്നത് നല്ല കൺമഷിയാണ്, അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സാദാ പൗഡർ മാത്രം, വേറെ ഒന്നും മുഖത്ത് ചെയ്തിട്ടില്ല, ഉപയോഗിക്കാറില്ല കുട്ടി ആയതുകൊണ്ട്. പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് തന്നെ ഐഷയുടെ പോലെ ഇട്ട് കൊടുത്തു. അതും ഇങ്ങനത്തെ ഒരു സമയമായതുകൊണ്ട് മാത്രം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും സ്ഥിരം യൂസ് ചെയ്യാറില്ല. പിന്നെ ലിപ്സ്റ്റിക്കും അതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടി ആവശ്യപ്പെടാറുണ്ട്. കുട്ടിക്ക് ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഐലൈനർ നമ്മൾ ഇട്ട് കൊടുത്തു. ഐലൈനർ ഇട്ടുള്ള കുഴപ്പം, ഇവിടെ കണ്ണ് ചെറുതായതുകൊണ്ട് തന്നെ തുറന്നതും വേഗം കൺപോളയുടെ മുകളിലൊക്കെ ഒട്ടിപ്പിടിക്കട്ടെ. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഉണങ്ങാനായിട്ട്. അതിനുശേഷം മീഷോന്ന് ഓർഡർ ചെയ്തതാണ്, മാലയാണ്, ലക്ഷ്മി പെൻഡൻ്റാണ് കേട്ടോ. നല്ല മാല, എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇത് സാരിയുടെ ഒപ്പം നല്ല രസമായിരിക്കും ഇടാനായിട്ട്. അത് ഞാൻ സാരിക്കും കൂടി എനിക്കും കൂടി യൂസ് ചെയ്യാമെന്നുള്ള 2-in-1 പർപ്പസോടുകൂടി വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു മോൾക്ക് ഇട്ടപ്പോൾ. ഇതിനടുത്ത് നമ്മൾ ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഹെയർ സ്റ്റൈൽ പ്രത്യേകിച്ചൊന്നുമില്ല. കുട്ടി തന്നെ സ്വന്തമായിട്ട് ഹെയർ കട്ടൊക്കെ നടത്തി പരീക്ഷണം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനില്ലാത്ത സമയത്ത്. അതാണ് മുന്നിൽ ഇങ്ങനെ ചെറിയായിട്ടുള്ള കുറച്ച് കട്ടൊക്കെ കാണില്ലേ, അതിൻ്റെ ഒരു എഫക്റ്റാണ് കേട്ടോ. കുട്ടി സ്വന്തമായിട്ട് ബ്യൂട്ടീഷ്യൻ അതിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ മുടിയൊക്കെ കെട്ടിക്കൊടുക്കുകയാണ്. ഞാൻ ക്യാമ്പിൽ പോയ സമയത്തായിരുന്നു കേട്ടോ. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് മുഖത്തൊരു മാറ്റം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അറിയില്ലെന്നാണ് അതിനോട് പറഞ്ഞത്. പിന്നെയാണ് ഞാൻ ചോദിച്ചപ്പോൾ സ്വന്തമായിട്ട് ഹെയർ കട്ട് ചെയ്തതാണെന്നുള്ളത് രഹസ്യം പുറത്തു വന്നു. അങ്ങനെ ആ മുടി ഇപ്പോഴും അവിടെ ഒരു ശോകമായി കിടക്കുന്നുണ്ട്. എന്തായാലും നമ്മളതൊക്കെ സെറ്റാക്കി കെട്ടി മേക്കപ്പൊക്കെ ഹെയർ സ്റ്റൈൽ അങ്ങനെ നടത്തി. അടുത്തത് നമുക്ക് അടുത്ത പ്രിപ്പറേഷൻ കുറച്ച് ഫോട്ടോഷൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം. അങ്ങനെ ഫോട്ടോ വീഡിയോ ഈ കല്യാണ പെണ്ണുങ്ങൾക്ക് നമ്മൾ എടുക്കാറില്ലേ, അതുപോലുള്ള വീഡിയോ ഞാൻ എടുത്തതായിട്ട് താഴെ മുതൽ
ഇങ്ങനെ കോസ്റ്റ്യൂമും അതൊക്കെ ഹൈലൈറ്റ് ചെയ്തെടുത്തതാണ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് നിങ്ങൾക്ക് ഈ മേക്കപ്പ് ഇഷ്ടമായെങ്കിൽ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായി പറയണം. അപ്പോഴേക്കും നമ്മൾ താഴത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ ബർത്ത്ഡേ ഒക്കെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏൽപ്പിച്ച പണികൾ അവർ കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഫോട്ടോഷൂട്ട് വീണ്ടും നമ്മൾ താഴെ വന്നിട്ട് അവരിത്രയും കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ, അതിൻ്റെ കൂടെ എടുത്തിട്ടില്ലെങ്കിൽ അവർക്കും വിഷമാവില്ലേ. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ഫോട്ടോസൊക്കെ എടുത്തു. അടുത്തത് ഞാൻ നമ്മുടെ കേക്കും കൊണ്ടുവന്നു. ഇത് പിറന്നാൾ കുട്ടി തന്നെ സ്വന്തമായി ഡിസൈൻ സെലക്ട് ചെയ്ത് ചെയ്യിപ്പിച്ച കേക്കാണ് കേട്ടോ. അപ്പോൾ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും പറയണേ, എങ്ങനെയുണ്ട് മോഡലൊക്കെ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 നമ്പറാണ് വയസ്സ്, അതുകൊണ്ട് തന്നെയാണ് സെലിബ്രേഷൻ കുറച്ച് കേമമാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മോളുടെയും കൂടി ആഗ്രഹമായിരുന്നു. ഒറ്റ സംഖ്യയിൽ നിന്നും ഇരട്ട സംഖ്യയിലേക്കല്ലേ എൻ്റെ ഏജ്, അപ്പോൾ നമുക്കത് ആഘോഷിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു ഇതായി നമ്മൾ ആഘോഷിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അടുത്തുള്ള വീട്ടുകാരൊക്കെ കുട്ടികൾ തന്നെയാണ് പോയി വിളിച്ച് എല്ലാവരും വന്നു. അങ്ങനെ കേക്ക് കട്ടിങ് തുടങ്ങി. അവരെല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടി കേക്ക് മുറിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നും ഇതുപോലെ പിറന്നാളൊക്കെ ആഘോഷിക്കാനും ജീവിതത്തിൽ നല്ല ഐശ്വര്യവും സമാധാനവും വിചാരിച്ച രീതിയിൽ എല്ലാം മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്ക് കേക്ക് കട്ട് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകാം. അങ്ങനെ കേക്ക് മുറിച്ച് ആദ്യം അച്ഛന് കൊടുത്തു, പിന്നെ അമ്മയ്ക്കും ഞങ്ങൾ അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്തു, പിന്നെ അനിയന് കൊടുത്തു, പിന്നെ മാമൻ്റെ മോനൊക്കെ കൊടുത്ത് എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ കേക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ കേക്ക് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന മധുരം പകരുക എന്നുള്ളതാണല്ലോ, അതും ചെയ്തതിന് ശേഷം നമ്മൾ ഗിഫ്റ്റുകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു കേട്ടോ. അപ്പോൾ അനിയൻ്റെ ഗിഫ്റ്റാണ് ആദ്യം കൊടുത്തത്. അപ്പോൾ എന്നും ഇതുപോലെ ഗിഫ്റ്റുകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റട്ടെ. അങ്ങനെ ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ച് ഇനി അത് അൺബോക്സ് ചെയ്യാനുള്ള തിടുക്കമായിരുന്നു വർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് അൺബോക്സ് ചെയ്താൽ മതി. എൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റും കൂടെ ഞാൻ കൊടുത്തിരുന്നു കേട്ടോ. അതെന്താണെന്നാണ് അവർക്ക് അറിയാൻ ആദ്യം ആകാംക്ഷയായിരുന്നു. അങ്ങനെ ഗിഫ്റ്റുകളൊക്കെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് വന്നവർക്കൊക്കെ ആദ്യം സിപ്പപ്പാണ് കൊടുത്തത് ഞങ്ങളിട്ട്. കാരണം നമുക്ക് ഈ കുട്ടികളുടെ ഒരു ഇതാണല്ലോ, അപ്പോൾ ആ ഒരു നെസ്റ്റ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് നമ്മൾ ആദ്യമേ സിപ്പപ്പ് കൊടുത്തത്. പിന്നെ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ വന്ന കുട്ടികൾക്കൊക്കെ ചിക്കൻ ബിരിയാണി കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടമായി, ഫുഡ് നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അൺബോക്സ് ചെയ്യാനവർക്ക് സമാധാനമേ ഉണ്ടായിരുന്നില്ല പൊളിച്ച് നോക്കാതെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ഏതാണൊക്കെ നോക്കാം. ആദ്യം എൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ പൊളിച്ചത്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് വേണം വാങ്ങിച്ചത്. അപ്പോൾ എന്തായാലും അതെന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ പൊളിച്ച് നോക്കുകയാണ്. അതെന്താണെന്നുള്ളത് നോക്കുമ്പോൾ റിയാക്ഷൻ നമുക്ക് നോക്കാം കേട്ടോ, എന്തായിരിക്കും എന്നുള്ളത്. കാരണം ഇത് ഇല്ലാത്ത സാധനമാണ്, എത്ര വാങ്ങിച്ചു കൊടുത്താലും നശിപ്പിച്ചു കൊണ്ടുവരുന്ന സാധനമാണിത്. അപ്പോൾ മോനും നല്ലൊരു എക്സൈറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇതെന്താ സംഭവം എന്നറിയാനായിട്ട്. ഇവരിതൊന്നും പ്രതീക്ഷിക്കില്ല, ഇവരുദ്ദേശിക്കുന്നത് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഇവരൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. 2 ദിവസത്തേക്ക് കേട്ടോ, മൂന്നാമത്തെ ദിവസം അത് വീണ്ടും നശിപ്പിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇഷ്ടമായി, നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അടുത്തത് ഇനി സ്വന്തം അനിയൻ്റെ ഗിഫ്റ്റ് പൊളിക്കാം. ആ ഗിഫ്റ്റ് പൊളിക്കുമ്പോൾ ഗിഫ്റ്റ് കൊടുത്ത ആളുടെ മുഖത്തുള്ള റിയാക്ഷനാണ്. അനിയൻ്റെ അല്ല, മാമൻ്റെ മോൻ്റെയാണ് കേട്ടോ മുറിയെടുത്തത്. അപ്പോൾ അവൻ നേരത്തെ പറഞ്ഞിരുന്നു അതിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ തന്നെ ഇട്ട് കൊടുക്കും ചേച്ചിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ബോക്സ് കണ്ടപ്പോൾ മനസ്സിലായി എന്തോ ഫാൻസി ഐറ്റംസ് ആണെന്നാണ് മോള് പറയണത്, ആയിരിക്കാൻ സാധ്യതയാണെന്നാണ് പറയണത്. നോക്കാം. അപ്പോൾ അത് പൊളിക്കുന്ന സമയത്ത് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെറിയ സോപ്പിടലാണ്. രണ്ടാളും തമ്മിൽ എന്തോ എഗ്രിമെൻ്റ് ഉണ്ട്, അതെന്തെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം. പൊളിച്ച് നോക്കുന്നുണ്ട്, എന്താ സംഭവം എന്നും കൂടി എനിക്കും അറിയാനൊരു ആകാംക്ഷയുണ്ട്. ഇവൻ എന്നോടും പറഞ്ഞില്ല, സർപ്രൈസ് ആയിരുന്നു. ഞാൻ പറയില്ല എന്നാണ് പറഞ്ഞത്. കുറേ ചോദിച്ചു എന്താ ഗിഫ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ എന്നോടും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചേച്ചിയോട് പറയും, അതുകൊണ്ട് ഞാൻ പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞില്ല കേട്ടോ. അത് അവനും തിടുക്കായി പൊളിക്കാനായിട്ട് പൊളിച്ചെടുത്തു. നോക്കുമ്പോൾ കുറേ ഹെയർ ബാൻഡ്സ് ഉണ്ട്, കമ്മലുണ്ട്, വീണ്ടും കയ്യിലിടുന്ന വളയുണ്ട്, പിന്നെ വാച്ച്, വീണ്ടും ഒരു വാച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 വാച്ച് കിട്ടിയിട്ടോ. പിന്നെ ചെറിയ കമ്മലോ മാലയും കമ്മലും സെറ്റായിട്ടുള്ളതാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ മാലയാണ് അവൻ പറഞ്ഞത് ഞാൻ ചേച്ചിക്ക് ഇട്ട് കൊടുക്കും, എൻ്റെ കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. നേരത്തെ എന്നോട് പറഞ്ഞു എൻ്റെ ഗിഫ്റ്റ് ഞാനാണ് ചേച്ചിക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളൊരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക മാല. അതുപോലെ തന്നെ ഹെയർ ക്ലിപ്പുകളുണ്ട് കേട്ടോ. മാല ഇടുന്നൊരു തന്ത്രപ്പാടാണ് കേട്ടോ ഇത്. കേട്ടോ, ഇങ്ങനെയാണ് അവൻ മാല ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
അങ്ങനെ ഈ വർഷത്തെ പിറന്നാളൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു. അപ്പോൾ അടുത്ത കൊല്ലം ഇതുപോലെ സാധിക്കട്ടെ. എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ടാറ്റാ ബൈ.